ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ രാവിലെ ആരംഭിച്ചിരിക്കുകയാണ്. 2-3 ദിവസം നമ്മുടെ ഡെയിലി റുട്ടീൻ വീഡിയോസ് ഉണ്ടായിരുന്നില്ല. കാരണം ഈ റുട്ടീനിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ ഇവിടുത്തെ നമ്മുടെ എറണാകുളത്തെ കോളേജസിൽ തന്നെയായിരുന്നു എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് സമയം എടുത്തായിരുന്നു ചെയ്യുന്നത്. രാവിലെ എണീറ്റ് കുക്കിങ്ങിലേക്ക് പോയില്ല. കുറച്ച് എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ഇടാഞ്ഞത്. പിന്നെ ഞാൻ റിസർച്ചിൽ ഇങ്ങനെ ലാപ്ടോപ്പും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത് വീഡിയോ എടുത്തിട്ട് ഇപ്പം ഒന്നും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒന്നും കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പിന്നെ വീഡിയോസ് എടുക്കാഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ ഡെയിലി എന്താ പറയുക റുട്ടീനിലേക്ക് വന്നപ്പോഴത്തേക്കും അത് എന്തായാലും എടുക്കാം. അത് കാണുന്നത് നിങ്ങൾക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ രാവിലെ ആരംഭിച്ചിരിക്കുകയാണ് പരിപാടികളൊക്കെ. അപ്പം 2-3 ദിവസം ട്രാവൽ ചെയ്യേണ്ടായിരുന്നു. ഇവിടെ തന്നെ ആയിരുന്നു ഡ്യൂട്ടി ചെയ്തുകൊണ്ട് കുറച്ച് എന്താ പറയുക പയ്യെ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. അപ്പം പിന്നെയും തിരിച്ച് പോകണമല്ലോ, രാവിലെ പിന്നെയും യാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നതാണ് മുഖം അങ്ങനെ ഇരിക്കുന്നതെങ്കിലും ശരിക്കും ഈ രാവിലെ എണീറ്റ് പോകുന്നതാണ് കേട്ടോ എൻ്റെ എനർജി എന്ന് അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം 2-3 ദിവസം നമ്മൾ ഇവിടെ ആകുമ്പോഴത്തേക്കും സ്ലോ ഡൗൺ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ എന്തോ പണിയൊന്നും തീരാത്ത പോലൊരു ഫീലാണ്. മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കിച്ചണിലേക്ക് കയറുന്നില്ലല്ലോ. രാവിലെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ക്ലാസ്സും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ലേസി ആവുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു റെസ്റ്റും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പം ഇത് കണ്ടോ, എൻ്റെ പുതിയ ഓർഗനൈസർ അമ്മ തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് പല പാത്രങ്ങളായിട്ട് എടുക്കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി ആണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ നമ്മുടെ ആനിയൻ പീൽ ചെയ്തതാണെങ്കിലും ഒരു 1-2 ടൊമാറ്റോ അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് കറിവേപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അമ്മയുടെ അവിടെ ഇരുന്ന് കണ്ട് ഞാനിങ്ങനെ നോട്ടിട്ട് വെച്ചിരുന്നായിരുന്നു. പക്ഷെ അമ്മ അത് എനിക്ക് തന്നെ തന്നു, എനിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. എന്തായാലും താങ്ക് യു അമ്മ. അപ്പം ഞാൻ അത് വെച്ചിട്ട് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആ ബോക്സ് മാത്രം നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പിയയ്ക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിയയ്ക്ക് ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിയയ്ക്ക് ചപ്പാത്തി മതിയെങ്കിൽ നമ്മളെല്ലാവരും ചപ്പാത്തിയാണ്. അതാണ് നമ്മുടെ വീട്ടിലെ ഒരു പ്രത്യേകത. അല്ലാണ്ട് പിയയ്ക്ക് ചപ്പാത്തി പിന്നെ നമുക്ക് വേറെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താണെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത്, എണ്ണ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും ഒരു നിർബന്ധങ്ങളുമില്ല. പിന്നെ ചിലത് കഴിക്കില്ല എന്ന് പറയുന്നത് ഇപ്പം ഫിഷ് അങ്ങനത്തെ നോൺ വെജിനോട് വലിയ താല്പര്യം ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ബാക്കി ഇപ്പം അതില്ലെങ്കിൽ ബാക്കി എന്താണോ ഉള്ളത് അത് വെച്ച് കഴിക്കും. അല്ലാണ്ട് അതില്ലാത്തത് കൊണ്ട് വേറെ കറി വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക ശല്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പം ബോക്സിൻ്റെ കുറച്ച് പ്രഹസനമൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. പച്ചമുളക് ഇതെല്ലാം കണ്ടോ, നമുക്ക് പെട്ടെന്ന് സമയം ഭയങ്കര ലാഭമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറച്ചാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പീൽ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. എല്ലാം ഒന്ന് എന്താണ് ഗാർലിക്കും അതിൻ്റെയൊക്കെ മാറ്റി തൊലി കളഞ്ഞ് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നേ, അപ്പോൾ ഇവിടെ വലിയ നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ ചപ്പാത്തിയും ദാലും ആക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയും ദാലുമാണ് ഉണ്ടാക്കിയത്. അതേപോലെ രാവിലെ ഉപ്മാവും ഉച്ചയ്ക്കാണ് ചപ്പാത്തിയും ദാലും, രാവിലെ ഉപ്മാവും അതേപോലെ എന്തായിരുന്നു ചമ്മന്തി. അതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുക്കിംഗ്. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കി പരത്തി വരുന്നതിൻ്റെ ഒരു സമയം അല്ലാണ്ട് ബാക്കി എളുപ്പമാണ്. എന്താ വെച്ചാൽ വേറെ കുറേ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ദാല് പിന്നെ വളരെ സിമ്പിളാണല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ മാസത്തെ ഗ്രോസറീസും ഈ ആഴ്ചത്തേക്കുള്ളതൊക്കെ വാങ്ങിക്കാൻ സാറ്റർഡേ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ സാധനങ്ങൾ വീട്ടിൽ ഏകദേശം തീർന്നു എന്ന് പറയാം. അപ്പം 2 തക്കാളിയിൽ ഒരു തക്കാളി കേടായിപ്പോയി. പിന്നെ എടുത്ത ഒരു തക്കാളിയിൽ കുറച്ച് ഭാഗത്ത് കേടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എന്താ പറയുക അവസാനം ഉണ്ടായിരുന്ന ഇച്ചിരിയുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ കുക്കിംഗ്. അതാണ് സിമ്പിൾ ദാൽ കറി അങ്ങനെയൊക്കെ ആക്കിയത് കേട്ടോ. പക്ഷേ ദാലെന്ന് പറയുന്നത് ഞാൻ എത്ര വെച്ചാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. പക്ഷേ സിമ്പിളായിട്ട് അമ്മ ഒരു ദാൽ കറി വെക്കും, അത് ഭയങ്കര ടേസ്റ്റാണ്. നെയ്യിലൊക്കെ കടുകൊക്കെ വറുത്തിട്ട് ഞാനും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ദാൽ മാത്രം എനിക്ക് അമ്മേനെ വെല്ലാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അത് എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണത്. അമ്മ പറഞ്ഞു തന്ന റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെങ്കിലും എന്തോ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായി വന്നിട്ടില്ല.
ഇനി എന്താണെന്നതിൻ്റെ ഇതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ദാല് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താണെങ്കിലും അതെടുത്ത് വെക്കാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു പൊടി പോലെ ആവുമല്ലോ, അപ്പോൾ അത് കേടാവുന്നതിന് മുന്നേ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദാൽ കറി ആൻഡ് ചപ്പാത്തി ആണ് ഉണ്ടാക്കിയത്. അപ്പം അവിടെയും നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണോ? ഈ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഇവിടെ ഏട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും, എന്തിനാ അവരെ പറയുന്നത്, എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും മോക്കാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി, അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഇഷ്ടം. അല്ലാണ്ട് നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങുന്നതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ല. പിന്നെ നമുക്കൊരു ഒരു ഒരു മെഷീൻ ചപ്പാത്തി ഉണ്ടല്ലോ, ഇങ്ങനെ ചില ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ കിട്ടും. അതൊന്നും എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ല. കുക്ക്ഡ് ആയിട്ടുള്ള നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതും എനിക്കിഷ്ടമില്ല. ഹാഫ് കുക്ക്ഡും ഇഷ്ടമില്ല. എന്തോ അതിൻ്റെ ടേസ്റ്റും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളുണ്ടാക്കുന്ന എന്ത് രസമല്ലേ, എന്ത് ടേസ്റ്റാണ്. അപ്പം പിയക്കാണെങ്കിലും ഇതാണെങ്കിൽ പിയ കഴിച്ചിട്ട് വരും, മറ്റേതാണെങ്കിൽ പിയ കഴിക്കില്ല. പിന്നെ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഹാർഡാവുകയും ചെയ്യും. അതേപോലെ തിരിച്ച് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് നിലനിൽക്കാൻ ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ, ഒരു ചെറിയൊരു വാം വാട്ടറിലാണിത് കുഴച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് പരത്താനും എളുപ്പമുണ്ടായിരുന്നു, ഒട്ടിപ്പിടിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മാത്രമല്ല ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിയയ്ക്ക് കൂടുതലും കറിയായിട്ട് കൊണ്ടുപോകുന്നത് വലിയ താല്പര്യമില്ല. ഞാൻ ഒന്നിൽ പനീറൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക സാൻഡ്വിച്ച്, ഒരു റോളായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ന്യൂട്ടെല്ല യൂസ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട്. ന്യൂട്രലൊന്നും അത്രയും ഹെൽത്തി അല്ല എന്നറിയാം, എങ്കിൽ പോലും വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചോറും കറികളൊക്കെ കൊടുക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ കൊടുക്കുമ്പോൾ അവർ പിന്നെ പിറ്റേ ദിവസം ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കഴിച്ചോളും. പിയ അങ്ങനെയാണ്. പിയയ്ക്ക് അങ്ങനെ വലിയ നിർബന്ധമില്ല. ഇപ്പം എല്ലാം കഴിച്ച് വരുന്നുണ്ട്. ഈവൻ ദോ മുട്ട കഴിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. ഫിഷും കഴിക്കില്ല അവൾ. അത് രണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ബാക്കിയെല്ലാം കുറച്ച് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെൻ്റെ ഞാൻ നല്ല ഭാഗമൊക്കെ നോക്കിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക തക്കാളിയൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ എന്തായിരുന്നു ചെയ്യുന്നത്, ഏട്ടൻ അവിടെ എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അയ്യോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഉപ്മാവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്മാവിൽ എൻ്റെ ഉപ്മാവ് നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. ഇങ്ങനെ പിരിന്നിരിക്കുകയും ചെയ്യും, അത് കട്ട പിടിക്കാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പം തന്നെ ഇളക്കുക കേട്ടോ, വെള്ളമായിട്ട് വെക്കേണ്ട. അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു ചൂടിലിരുന്ന് തന്നെ അതങ്ങ് വെന്തോളും. നല്ല സോഫ്റ്റായിരുന്നു. എൻ്റെ ഉപ്മാവിനായിരുന്നു എപ്പോഴും നല്ല കമൻസ് പറയാറുണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ തക്കാളിയും കൊണ്ടിട്ട് വന്നത് ഈ പറഞ്ഞതാണ്. ഒരു ഭാഗം കേടായി പോയതുകൊണ്ട് നല്ല ഭാഗം എടുത്തിട്ട് എനിക്ക് കൊണ്ടുതരും, ഇത് ഓക്കെ അല്ലേ എന്ന്. പക്ഷേ കേടുന്ന് കാണാനില്ലെങ്കിലും എനിക്കെന്തോ ഒരു വൈക്ലഭ്യം അത് കണ്ടപ്പോൾ. അങ്ങനെ ഞാനത് എടുത്തില്ല. അത് ചെറിയൊരു പീസ് മാത്രം എടുത്തിട്ടു കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ. ദേ കണ്ടോ, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഉപ്മാവ് പിന്നെ ഒരു ചെറിയൊരു നനവോടുകൂടി അടച്ചങ്ങ് വെക്കുക. ഒരു ചെറിയ തീയിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഇളക്കരുത്, അങ്ങനെ തന്നെ വെക്കണം. പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക സോഫ്റ്റായിട്ട് ഓരോരോ ഇതളുകളായിട്ട് നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സിമ്പിൾ ദാൽ കറി. അതിൽ ദാലിന് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് തക്കാളി, ദാലും, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉള്ളി ഇടാം. അങ്ങനെ പിന്നെ കടുക് വറുക്കുമ്പോഴാണ് അമ്മ ചെറിയുള്ളി അതേപോലെ വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് കടുക് വറുത്തിട്ടാണ് ഇടാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെ അവസാനം കടുക് വറുത്തും കൂടി ഇടുന്നുണ്ട്. അത് ഏട്ടനാണ് ചെയ്തത്. അപ്പോഴേക്കും എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ എത്ര സമയമാണ് അടുക്കളയിൽ ചിലവഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി നമുക്കിതെല്ലാം കൂടെ 1 മണിക്കൂറുള്ളത്. അതിപ്പോൾ ഞാൻ 3:30 കയറി കഴിഞ്ഞാൽ ഒരു 4:30 ആകുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിയാലേ പറ്റുള്ളൂ. ചില സമയത്ത് അത് ഒരു 4:40 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ധൃതിയിൽ നമ്മൾ പോകേണ്ടി വരും. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് താമസിച്ചു കേട്ടോ. ഈ ചപ്പാത്തി ആക്കി വരുമ്പോഴത്തേക്ക് ഇത്രയും നമുക്കൊരു 6 ചപ്പാത്തി അല്ലെങ്കിൽ 7 ചപ്പാത്തി മാക്സിമം മതി. പക്ഷേ എങ്കിൽ പോലും അതിങ്ങനെ പരത്തി അത് ചുട്ട് വരുന്ന ഒരു സമയം എടുത്തത് കൊണ്ട് ഇഡ്ഡലിയൊക്കെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കോരി എടുക്കാമല്ലോ. പിന്നെ ദോശയൊക്കെ ആണെങ്കിൽ എനിക്ക് രാവിലെ ഉണ്ടാക്കിയിട്ട് പോകണ്ട. പക്ഷേ ചപ്പാത്തിയൊക്കെ പിന്നെ ചേട്ടന് പരത്തി ഉണ്ടാക്കണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഏട്ടാ എന്നിട്ടും പറയുന്നുണ്ട്, നിൻ്റെ മാത്രമായിട്ട് നീ പൊക്കോളാൻ പറയുന്നുണ്ട്. പക്ഷേ വേണ്ട, ഞാൻ കംപ്ലീറ്റ്ലി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതിന് കുറച്ച് സമയം എടുത്തപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് കുളിച്ച് റെഡിയായി പോകുമ്പോഴത്തേക്കും ആ ഒരു ധൃതി, ആ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ. എനിക്ക് ഒരാപത്തൊന്നും വരത്തില്ലേ, നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ എനിക്കത് സ്പീഡ് കൂടുമ്പോഴത്തേക്ക് എന്നാലും എന്നെ വഴക്കൊന്നും പറയില്ല. പക്ഷേ എന്നോട് പറയും കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം കേട്ടോ എന്നേ പറയുള്ളൂ. അപ്പോൾ എനിക്ക് സങ്കടം തോന്നും. അപ്പോൾ ഇത്രയും നമ്മൾ താമസം ഇറങ്ങിയിട്ടും വഴക്കൊന്നും പറയുന്നില്ല. ആളാണല്ലോ ഈ സ്ട്രെസ് എല്ലാം, ഈ ആളാണല്ലോ എത്തിക്കേണ്ടത് സ്റ്റേഷനിലേക്ക്. അങ്ങനെ അപ്പോൾ എന്താണെങ്കിലും 4:30 ഞാൻ ഇറങ്ങും. യൂഷ്വലി കിച്ചണിൽ നിന്ന് ഇറങ്ങും. പിന്നെ റെഡിയായി പോകാനുള്ള ഒരു സമയമാണ്. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം
ഒരു എന്താ പറയുക, എല്ലാം കൂടെ ഒരു മണിക്കൂർ. പിന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുന്നില്ല കേട്ടോ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോവാണ്. പിന്നെ ആ പാത്രങ്ങൾ കഴുകുന്നത് ഒക്കെ ഏട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് ഇപ്പോൾ ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ചെയ്താൽ ഒരു അരമണിക്കൂറും കൂടെ നമ്മുടെ പാത്രം കഴുകി കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരു 1.5 മണിക്കൂറിൽ നമ്മുടെ കുക്കിങ്ങും കിച്ചൺ ക്ലീനിങ്ങും കഴിയും. അപ്പോൾ ഇന്ന് കോളേജിൽ നടന്നൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. അതായത് ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബഹളവും തിരക്കും ഒക്കെ. അങ്ങനെ കുട്ടികളുടെ ബഹളമൊക്കെ കേട്ട് പോയി പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ഫയർഫോഴ്സ് വന്ന് നിൽക്കുകയാണ് നമ്മുടെ കോളേജിലെ. കുട്ടികൾ വിളിച്ചിട്ടാണ്. എന്തിനാണെന്നോ, അതായത് ഒരു പൂച്ച നമ്മുടെ മരത്തിൽ, ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു കോളേജിൽ, അതിൽ കയറിയിട്ട് ഏറ്റവും മേളത്തെ കൊമ്പിൽ കയറിയിരിക്കുക, ആൾക്ക് തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് സങ്കടപ്പെട്ട് കുട്ടികൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നിട്ടാണ് പിന്നെ അതിനെ താഴെ വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ ആ റൂട്ടൊക്കെ കാണിച്ചു കൊടുത്ത് താഴേക്ക് ഇറക്കിയത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ നന്മ എത്രത്തോളം ആണെന്നുള്ളതും കൂടെ ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് മനസ്സിലാക്കി. കാരണം അവർക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്തൊരു എഫേർട്ട് എന്ത് സ്വീറ്റാണല്ലേ നമ്മുടെ കുട്ടികൾ. ഏതൊരു ജീവനും വിലയുണ്ട് എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ.